നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ആസ്റ്റിനും അതേപോലെ ഹൾക്ക് ഹോഗനും റെസിൽമേനിയ 35-ൽ റിട്ടയർ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അണ്ടർടേക്കർ വേഴ്സസ് സ്റ്റിങ് ഈ മാച്ച് റെസിൽമേനിയ 36 നടക്കുമെന്ന് പറഞ്ഞ് ഒരു 90% കൺഫേംഡായി. അപ്പോൾ ഈ രണ്ട് ന്യൂസിനെ പറ്റി നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണും. വീഡിയോയോട് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ആസ്റ്റിനും അതേപോലെ ഹൾക്ക് ഹോഗനും റെസിൽമേനിയ 35-ൽ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ് ഏകദേശം കൺഫേംഡ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ WWE അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് തുടങ്ങി റെസിൽമേനിയ 35-ൽ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ആസ്റ്റിനും അതേപോലെ ഹൾക്ക് ഹോഗനും റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇവർ രണ്ടുപേരും എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്പീച്ച് കൊടുക്കാനാണ്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ആസ്റ്റിനും അതേപോലെ ഹൾക്ക് ഹോഗനും റെസിൽമേനിയ 35-ൽ ചെറിയൊരു സ്പീച്ച് കൊടുത്തിട്ട് അവർ പോകുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ദ അണ്ടർടേക്കർ വേഴ്സസ് സ്റ്റിങ്. റെസ്ലിംഗ് കാണുന്നവരെ പല ആൾക്കാരുടെ ഒരു ഡ്രീം മാച്ചാണ് അണ്ടർടേക്കർ വേഴ്സസ് സ്റ്റിങ്ങുമായിട്ടൊരു മാച്ച്. അതൊരു റെസ്ലിമേനിയ വെച്ച് തന്നെ നടക്കണമെന്ന് പല ആൾക്കാരുടെ ഡ്രീം മാച്ചാണ്. പക്ഷേ ഈ മാച്ച് നടക്കത്തില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്. സ്റ്റിങ്ങിന് വളരെ ഏജായി, ഇനി റെസ്ൽ ചെയ്യാൻ സാധിക്കുമോ, ഇനി അണ്ടർടേക്കർ ഇനി ഫൈറ്റായിട്ട് ഇനി WWE വരത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പം പല ആൾക്കാരും വിചാരിച്ചത് ഈ മാച്ച് നടക്കത്തില്ലെന്ന് തന്നെയാണ്. പക്ഷേ ഈ മാച്ച് നടക്കാൻ ഇപ്പം വളരെ ചാൻസ് ഉള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് സ്റ്റിങ്ങിനെ കുറിച്ച് നോക്കാം. സ്റ്റിങ് നേരത്തെ WWE റിട്ടേൺ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിങ്ങിന് കുറച്ച് ഡ്രീം മാച്ചുകളുണ്ടായിരുന്നു. അത് നടത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റിങ് നേരത്തെ റിട്ടേൺ ചെയ്തത്. ട്രിപ്പിൾ എച്ച് ആയിട്ട് മാച്ച്, സെത്ത് റോളിൻസുമായിട്ട് മാച്ച്. പക്ഷേ സെത്ത് റോളിൻസുമായിട്ടുള്ള മാച്ച് വെച്ച് സ്റ്റിങ്ങിന് വലിയൊരു ഇഞ്ചുറി തന്നെ സംഭവിച്ചു. അത് സെത്ത് റോളിൻസിൻ്റെ പിഴവ് കാരണമാണ് സ്റ്റിങ്ങിന് വളരെ വലിയൊരു ഇഞ്ചുറി തന്നെ സംഭവിച്ചത്. ആ ഇഞ്ചുറി കാരണത്താൽ സ്റ്റിങ്ങിന് ഇനി റെസ്ൽ ചെയ്യാനേ സാധിക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ സ്റ്റിങ്ങിൻ്റെ റെസ്ലിംഗ് കരിയർ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അത് സ്റ്റിങ്ങിന് വളരെ വലിയ വിഷമം വന്നു. സ്റ്റിങ് WWE റിട്ടേൺ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിങ്ങിന് കുറച്ച് ഡ്രീം മാച്ചുകളുണ്ടായിരുന്നു. ഡ്രീം മാച്ചുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് സ്റ്റിങ് റെസ്ലിംഗിൽ തന്നെ റിട്ടയർഡ് ആവാൻ തന്നെയാണ് ഇരുന്നത്. പക്ഷേ സെത്ത് റോളിൻസുമായിട്ട് നടന്ന മാച്ച് സ്റ്റിങ്ങിന് വളരെ വലിയൊരു ഇഞ്ചുറിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് നേരത്തെ തന്നെ സ്റ്റിങ്ങിന് റെസ്ലിംഗ് കരിയർ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ സ്റ്റിങ് റിക് ഫ്ലെയറിൻ്റെ 70-ാം വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് വന്നപ്പോഴത്തേക്കിന് എല്ലാ റെസ്ലറിനെ കൈയായി കൊടുത്ത് സംസാരിച്ചാണ് വന്നത്. പക്ഷേ അവിടെ സെത്ത് റോളിൻസിന് മാത്രം സ്റ്റിങ് മൈൻഡ് ചെയ്ത് നമ്മളെല്ലാം തന്നെ ശ്രദ്ധിച്ച കാര്യമാണ്. ഇപ്പോഴും സ്റ്റിങ്ങിന് ആ കാര്യം ഓർത്ത് വളരെ വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റിങ് വേഴ്സസ് ദ അണ്ടർടേക്കർ ഇവർക്ക് രണ്ടുപേർക്ക് മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അതും റെസിൽമേനിയ 36-ൽ ഇവർക്ക് രണ്ടുപേർക്ക് മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇങ്ങനെ ചാൻസ് ഉണ്ടെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാളിൽ സ്റ്റിങ്ങിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ വെച്ച് സ്റ്റിങ്ങിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റിങ്ങിന് റെസിൽമേനിയ പോലെ ഒരു വലിയൊരു ഇവൻറ്റ് വെച്ച് ഒരു മാച്ച് ലഭിച്ചു. ആ മാച്ച് സ്റ്റിങ്ങിൻ്റെ കൂടെ ആര് മത്സരിക്കുന്നതാണ് സ്റ്റിങ്ങിന് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റിങ് അവിടെ ആരെ സെലക്ട് ചെയ്യുമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റിങ് പറഞ്ഞേക്കുന്നത് അണ്ടർടേക്കർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അണ്ടർടേക്കറിനോട്ട് ഒരു മാച്ച് വേണമെന്നാണ് സ്റ്റിങ് ആ ഇൻ്റർവ്യൂ വെച്ച് പറഞ്ഞേക്കുന്നത്. അതും കൂടാതെ റിക് ഫ്ലെയറിൻ്റെ 70-ാം വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് സ്റ്റിങ് ട്രിപ്പിൾ എച്ചിനടുത്ത് പറഞ്ഞു എനിക്ക് അണ്ടർടേക്കറുമായിട്ട് ഒരു മാച്ച് വേണമെന്ന്. അത് ഒരു റെസിൽമേനിയ പോലെ ഒരു വലിയൊരു ഇവൻറ്റ് വെച്ച് തന്നെ എനിക്ക് അണ്ടർടേക്കറുമായിട്ട് ഒരു മാച്ച് വേണമെന്നാണ് സ്റ്റിങ് ട്രിപ്പിൾ എച്ചിനടുത്ത് പറഞ്ഞത്. ഇതൊക്കെ നോക്കുമ്പം സ്റ്റിങ് വേഴ്സസ് ദ അണ്ടർടേക്കർ ഇങ്ങനൊരു മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അതും റെസിൽമേനിയ 36-ൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം സ്റ്റിങ് വേഴ്സസ് ദ അണ്ടർടേക്കറുമായിട്ട് മാച്ച് വേണോ, റെസിൽമേനിയ 36-ൽ അങ്ങനെ ഒരു മാച്ച് വേണോ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാണെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യുക. അപ്പം മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.